നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ 10 വർഷത്തെ പ്ലാനിങ്ങിൻ്റെ ഭാഗമോ? 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റാനുള്ള പദ്ധതി തുടങ്ങിയോ? SIT ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളുടെ നാൾവഴി അന്വേഷിക്കുകയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം ഈ ശബരിമലയിലെ സ്വർണം അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയുടെ കയ്യിലെത്തിയോ, അതുവഴി കോടികൾ ഇവരൊക്കെ സമ്പാദിച്ചോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ നാൾവഴികൾ തേടി, അല്ലെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ നാൾവഴികൾ തേടി ഇപ്പോൾ അന്വേഷണ സംഘം പുറപ്പെട്ടിരിക്കുന്നത്. അതായത് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എത്തുന്നത്. അതിന് തൊട്ട് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം നടന്നിരുന്നു. അതായത് ശബരിമലയിലെ ഈ സ്വർണം പൂശൽ, ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശിയത് വിജയ് മല്യ, വ്യവസായിയായിട്ടുള്ള വിജയ് മല്യയാണ്. വിജയ് മല്യ ആയിരുന്നു ആ സ്വർണം പൂശലിൻ്റെ സ്പോൺസർ. 2016 മാർച്ച് മാസത്തിലാണ് വിജയ് മല്യ 9,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് കേസിൽപ്പെട്ട് ഈ രാജ്യം വിട്ടത്. അതിന് മാസങ്ങൾക്ക് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിലെ പ്രധാനപ്പെട്ട സ്പോൺസറായിട്ടുള്ള വിജയ് മല്യ ഇനി തിരിച്ചു വരില്ല എന്ന ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് സ്വർണം അടിച്ചു മാറ്റാനുള്ള പദ്ധതി അന്നു തന്നെ തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൂടാതെ മറ്റ് 2 കാര്യങ്ങൾ കൂടി ഈ അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട്. അതായത് 2010-2011 കാലഘട്ടത്തിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ശബരിമല ഈ സ്വർണ്ണക്കൊള്ള കേസിലെ ഇപ്പോഴത്തെ പ്രതി, ഇപ്പോൾ അകത്ത് കിടക്കുന്ന N വാസുവിനെ അന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായി നിയമിക്കുന്നത്. ആ നിയമനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കി സ്പെഷ്യൽ കമ്മീഷണർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം, അതിനും വർഷങ്ങൾക്ക് ശേഷം 2018 പിണറായി വിജയൻ സർക്കാർ N വാസുവിനെ വീണ്ടും അതേ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു. അത് ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യങ്ങൾക്കായി നിലമൊരുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്, ഈ അന്വേഷണ സംഘത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് ശ്രീകോവിലിൻ്റെ മേൽക്കൂരയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ശ്രീകോവിലിൻ്റെ കതക്, കട്ടിള എന്നിവയെല്ലാം ആദ്യം അഴിച്ചെടുക്കുന്നു. അതിനുശേഷം പുതിയ കതകും കട്ടിളയും വയ്ക്കുന്നു. രണ്ടാമതായി ദ്വാരപാലക ശില്പങ്ങളുടെ ഈ ക്ലാഡിംഗ് ഇളക്കിക്കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ സ്വർണം പൂശിയതിന് ശേഷം മറ്റൊരു ക്ലാഡിംഗ് കൊണ്ടുവയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ ശബരിമല ശ്രീകോവിലിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂശിയ ഭാഗങ്ങളാണ് ഈ 1ഉം 2ഉം ഭാഗങ്ങൾ ഈ അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. അതായത് കതകിലും കട്ടിളയിലും സാമാന്യം ഭേദപ്പെട്ട സ്വർണത്തിൻ്റെ അളവുണ്ട്. അതിനുശേഷം ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ അളവുള്ളത് ഈ പറയുന്ന ദ്വാരപാലക ശില്പത്തിലാണ്. പക്ഷേ ഈ ശ്രീകോവിലിനെ മൊത്തം പരിശോധിച്ചാൽ ഏറ്റവും അധികം സ്വർണ്ണ കോട്ടിംഗ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും അധികം സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂശിയിരിക്കുന്നത് ശബരിമലയുടെ മേൽക്കൂരയാണ്. കാരണം ഈ ഭാഗമാണ് വെയിലും അതുപോലെ തന്നെ മഴയും കൊണ്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് കാലാകാലങ്ങളായി ഇത് നിലനിൽക്കേണ്ടതുണ്ട്. ഈ സ്വർണം പൂശലിന് കേടുപാടുകളൊന്നും പറ്റാതെ നിലനിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം മേൽക്കൂരയിൽ സ്വർണം പൂശാനായി ഉപയോഗിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് പരമ്പരാഗതമായ രീതിയിലാണ് സ്വർണം പൂശിയിരിക്കുന്നത്. ധാരാളം സ്വർണം അതിനാവശ്യമാണ്. ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പം രണ്ടാമത് സ്വർണം പൂശിയതുപോലെ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുകയല്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ ശ്രീകോവിലിൽ ഏറ്റവും അധികം സ്വർണ്ണ നിക്ഷേപമുള്ളത് മേൽക്കൂരയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മേൽക്കൂരയായിരുന്നു ഈ സ്വർണ്ണ മോഷണ സംഘത്തിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന ഒരു സൂചനയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആ ചുമതല മുരാരി ബാബുവിനും അതുപോലെ തന്നെ N വാസുവിനും അതുപോലെ A പത്മകുമാറിനും ഒക്കെ ഇതിൽ പങ്കുണ്ടായിരുന്നു. കാലാകാലങ്ങളായി ഇവർക്കാണ് ഇവരുടെ ചുമതല നൽകിയിരുന്നത്, കട്ടിള ഇളക്കാനും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ടുപോകാനും. സർക്കാർ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് എന്ന് പത്മകുമാർ മൊഴി നൽകിയതായി സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശാന്തിനെ നിയോഗിച്ചിരിക്കുന്നത് പ്രശാന്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതായത് കഴിഞ്ഞ തൊട്ട് മുമ്പിലുള്ള ദേവസ്വം പ്രസിഡന്റിൻ്റെ കാലഘട്ടത്തിലാണ് ഈ 2019
2019 സ്വർണം പൂശിയ അതേ ദ്വാരപാലക ശില്പം വീണ്ടും സ്വർണം പൂശാനായി എടുക്കുന്നത്? 10-40 കൊല്ലത്തോളം ഗ്യാരണ്ടിയുള്ള ഈ സ്വർണം പൂശിയ വിഗ്രഹം എന്തിനാണ് വീണ്ടും സ്വർണം പൂശാനായി കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം അത് തീർച്ചയായും അതിനൊരു ഉത്തരം അർഹിക്കുന്നുണ്ട്. ആ ഉത്തരവും ഇപ്പോൾ SITക്ക് മുന്നിൽ വരുന്നുണ്ട്. അതായത് 2019 വളരെ നേർത്ത രീതിയിലാണ് സ്വർണം പൂശിയത്. അതുകൊണ്ട് തന്നെ 4 വർഷത്തിനുള്ളിൽ വീണ്ടും ചെമ്പ് തെളിഞ്ഞു കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മറയ്ക്കാനാണ് വീണ്ടും 2019 ഇത് വീണ്ടും സ്വർണം പൂശാനായി എടുത്തത് എന്നാണ് SIT സംഘം അനുമാനിക്കുന്നത്. മാത്രമല്ല, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന് ഒരു ടേം കൂടി അല്ലെങ്കിൽ ഒരു തവണ കൂടി നീട്ടിക്കൊടുക്കുക, 2 വർഷം കൂടി കാലാവധി നീട്ടിക്കൊടുക്കുക എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് ഈ പറയുന്ന സ്വർണ്ണ കൊള്ളയുടെ കണ്ടിന്യൂവേഷന് വേണ്ടിയായിരുന്നു. അടുത്ത ലക്ഷ്യം മേൽക്കൂരയായിരുന്നോ? ഇതാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നാൾ വഴികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഈ നാൾ വഴികളിലേക്കുള്ള അന്വേഷണത്തിൻ്റെ അല്ലെങ്കിൽ കടന്നുകൊണ്ടുള്ള അന്വേഷണം തീർച്ചയായും ഉന്നതരിലേക്ക് അന്വേഷണം എത്തിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. എന്തായാലും ഇപ്പോൾ അകത്തുള്ള N വാസുവിനും അതുപോലെ തന്നെ A പത്മകുമാറിനും ഒന്നും ഇപ്പോഴും കോടതി ജാമ്യം കൊടുത്തിട്ടില്ല. അതായത് പത്മകുമാറിൻ്റെ ജാമ്യം വീണ്ടും കൊല്ലം വിജിലൻസ് കോടതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. തീർച്ചയായും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സംഘം പൂർണ്ണമായും ഈ കേസിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിയെ ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്തയക്കാൻ ഒരുപക്ഷെ വിചാരണ കോടതികൾ അല്ലെങ്കിൽ കീഴ്ക്കോടതികൾ അതിന് തയ്യാറായി എന്ന് വരില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്വേഷണ സംഘം ഉന്നതരിലേക്ക് എത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണക്കൊള്ളയുടെ നാൾ വഴികൾ അന്വേഷിക്കുന്നതും ഈ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ SIT ശ്രമിക്കുന്നതും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.